ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ അവതാരകൻ രത്തൻ ടാറ്റയോട് ചോദിച്ചു, ജീവിതത്തിൽ താങ്കൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ സന്ദർഭം എന്താണ്? രത്തൻ ടാറ്റയുടെ മറുപടി ഇങ്ങനെയായിരുന്നു, സന്തോഷത്തിൻ്റെ 4 വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ ഞാൻ കടന്നുപോയിട്ടുണ്ട്. അങ്ങനെ അവസാനം എന്താണ് യഥാർത്ഥ സന്തോഷമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഞാൻ ധാരാളം പണവും സ്വത്തും സമ്പാദിച്ചതാണ് ഒന്നാമത്തെ ഘട്ടം. എന്നാൽ അവിടെ എനിക്ക് ഞാൻ ആഗ്രഹിച്ചൊരു സന്തോഷമൊന്നും കിട്ടിയില്ല. പിന്നെ രണ്ടാമത്തെ ഘട്ടം വന്നു. അന്ന് ഞാൻ വളരെ വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ ഇങ്ങനെ ശേഖരിക്കാൻ തുടങ്ങി. ആ സന്തോഷവും കേവലം താൽക്കാലികം മാത്രമാണെന്ന് വളരെ പെട്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. തുടർന്ന് മൂന്നാമത്തെ ഘട്ടമായി. അവിടെ ഞാൻ പുതിയ കുറേ പ്രോജക്റ്റുകളൊക്കെ ആരംഭിച്ചു. വൈകാതെ ഇന്ത്യയിലെയും ആഫ്രിക്കയിലെയും 95% എണ്ണയുടെ വിതരണം ചെയ്യുന്നത് എൻ്റെ സ്ഥാപനത്തിൻ്റെ ചുമതലയായി. മാത്രമല്ല ഇന്ത്യയിലെയും ഏഷ്യയിലെയും തന്നെ ഏറ്റവും വലിയ സ്റ്റീൽ ഫാക്ടറിയുടെ ഉടമയായി ഞാൻ മാറി. പക്ഷെ അപ്പോഴും എനിക്ക് ഞാൻ സ്വപ്നം കാണുന്ന സന്തോഷം കണ്ടെത്താനൊന്നും കഴിഞ്ഞില്ല. അവസാനം 4ാമത്തെ ഘട്ടം വന്നു. അതിങ്ങനെയാണ്, 200 ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വീൽ ചെയറുകൾ വാങ്ങി നൽകണമെന്ന് ഒരിക്കൽ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു. ഞാൻ ഉടനെ അത് ചെയ്തു കൊടുത്തു. അത് വിതരണം ചെയ്യുന്ന പരിപാടിയിലേക്ക് ഞാൻ തന്നെ എത്തണമെന്ന് അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടു. അതിനും ഞാൻ സന്നദ്ധനായി. അങ്ങനെ ആ 200 കുട്ടികൾക്കും ഞാൻ തന്നെ നേരിട്ട് എൻ്റെ കൈകൾ കൊണ്ട് വീൽ ചെയറുകൾ വിതരണം ചെയ്തു. അത് സ്വീകരിക്കുമ്പോൾ അവരുടെ മുഖത്ത് സന്തോഷത്തിൻ്റെ ഏതോ വന്യമായ ഒരു വെളിച്ചം പ്രകാശിക്കുന്നത് ഞാൻ കണ്ടു. എൻ്റെ ഉള്ളിലെ യഥാർത്ഥ സന്തോഷം എന്താണെന്ന് അന്നത്തെ ആ ദിവസം ഞാൻ മനസ്സിലാക്കി. അങ്ങനെ അവിടെ നിന്ന് തിരിച്ചു പോരാൻ നേരം ഒരു കുട്ടി എൻ്റെ കാലുകൾ ഇങ്ങനെ മുറുക്കി പിടിച്ചിരിക്കുകയാണ്. എത്ര കുതറാൻ ശ്രമിച്ചിട്ടും എനിക്കതിന് കഴിഞ്ഞില്ല. അവസാനം ഞാൻ അവനോട് ചോദിച്ചു, നിനക്ക് വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? എൻ്റെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ആ കുട്ടി എന്നോട് പറഞ്ഞു, എനിക്ക് താങ്കളുടെ മുഖം നന്നായി ഓർത്തു വെക്കണം. അങ്ങനെ നാളെ സ്വർഗത്തിൽ വെച്ച് നാം പരസ്പരം കണ്ടുമുട്ടുമ്പോഴും എനിക്ക് താങ്കളോട് കൃതജ്ഞത പറയണം. പ്രിയപ്പെട്ടവരെ, രത്തൻ ടാറ്റ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, പണത്തിലോ അധികാരത്തിലോ പ്രശസ്തിയിലോ അല്ല യഥാർത്ഥ സന്തോഷം ഇരിക്കുന്നത് എന്ന്. മറ്റുള്ളവരെ കൂടി നമ്മളോട് ചേർത്ത് പിടിക്കുന്നതിലാണ് യഥാർത്ഥ സന്തോഷം. അവരുടെ പുഞ്ചിരി കാണുന്നതിലാണ് യഥാർത്ഥ സന്തോഷവും സമാധാനവും.